ചെമ്പനിപ്പൂ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിക്ക് ലെറ്റർ കൊടുത്തത് ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ദാസിന് നല്ല സംശയമുണ്ട്. പക്ഷെ ദാസ് ആരാണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ലല്ലോ. പക്ഷേ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ലെറ്റർ ശ്രുതിക്ക് അയച്ചത് എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ശ്രുതി എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാനതിനെ എന്ത് തെറ്റ് ചെയ്യാനാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ പിടിക്കപ്പെടുമല്ലോ. അതെന്തായാലും സുധിയേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. സുധിയേട്ടന് പിടിക്കപ്പെടാതെ ഒരു തെറ്റ് ചെയ്യാനുള്ള ടാലൻ്റ് ഒന്നുമില്ല എന്ന് ശ്രീകാന്ത് കളിയാക്കി പറയുന്നുണ്ടേ. ശ്രുതി, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ നിന്നെ വരട്ടുവാണെന്നുണ്ടെങ്കിൽ പോലീസിൽ ഡയറക്റ്റ് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് രവി ആവശ്യപ്പെടുന്നത്. പോലീസ് കംപ്ലൈൻറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ചങ്കിടിക്കുന്നുണ്ടേ. അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരി, ശ്രുതി വാ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണേ സച്ചി. നിക്ക് എന്തിനാണ് ഇപ്പോൾ പോലീസിലേക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ്. ശ്രുതിയുടെ ആ ചോദ്യം കേട്ട ഉടനെ തന്നെ രേവതിയാണെങ്കിൽ അതെന്താ ശ്രുതി നീ അങ്ങനെ പറയുന്നത്, നിങ്ങളെ വരട്ടി എന്നുള്ളത് സത്യം തന്നെയല്ലേ? അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ആരംഭത്തിൽ തന്നെ ഞാൻ സുധീരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഇത് എന്തോ നോൺസെൻസ്, പണത്തിന് വേണ്ടിയിട്ട് ആരോ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം. ഇതുപോലെ തന്നെ പാർലറിൽ വന്നിട്ട് ചില ലോക്കൽ റൗഡീസ് പണത്തിന് വേണ്ടിയിട്ട് വരട്ടാറുണ്ട്. ആ സമയത്ത് നമ്മളത് കണ്ടില്ല എന്ന മട്ടിൽ നടന്നു കഴിഞ്ഞാൽ അവരവരുടെ വഴിക്കങ്ങ് പൊക്കോളും. പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബിസിനസ്സിനെയാണ് ബാധിക്കുക. ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട്. അത് ശ്രുതി പറഞ്ഞത് ശരി തന്നെയാണ്. പോലീസൊക്കെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും കടയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന്. പിന്നെ ആളുകൾ കടയിലേക്ക് വരുന്നതും കുറയും. അതെ ആൻറ്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും ലെറ്റർ ഇതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ പോയാൽ പോരെ. അത് ശരിയാണെന്ന മട്ടിൽ രവിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണേ. എന്നാൽ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുകയാണ്. കാരണം പൗഡർ എടുത്തി നടുവിൽ കാര്യങ്ങൾ കട്ട് ചെയ്ത് വിട്ടതുപോലെ ഒരു ഫീലാണ് കേട്ടോ സച്ചിക്കുള്ളത്. സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി കാര്യം അന്വേഷിക്കുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സച്ചിയേട്ടൻ എന്തിനാണ് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്, ഇതങ്ങ് വിട്ടേക്ക് എന്നുള്ള കാര്യമാണ് രേവതിയും പറയുന്നത്. എന്നാൽ അവൻ എന്നെയാണ് കോത്തുവിടാൻ വേണ്ടി ശ്രമിച്ചത്, അതുകൊണ്ട് അവൻ ആരാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കുമെന്ന് സച്ചി രേവതിയുടെ അടുത്ത് പറയാണ്. ശ്രുതിയും കൂട്ടിയിട്ട് മുറിയിലേക്ക് പോയി. പക്ഷേ സച്ചിയും രേവതിയും കൂടി എന്തായിരിക്കും സംസാരിക്കുന്നത്, ഇതോട് കൂടിയിട്ട് സച്ചി വിട്ടോ എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഇത് വിടില്ല എന്നും അവൻ ആരാണെന്നുള്ള കാര്യം കണ്ടെത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് ശ്രുതി കേട്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ മീരയെ കാണാൻ വേണ്ടി പോവുകയാണേ. കാര്യങ്ങളെല്ലാം കേട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ, നിന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ കാരണം നീ നല്ല ചൂടായിരിക്കും, ഞാൻ പോയിട്ട് തണുത്തത് എന്തെങ്കിലും മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് മീര പോകുമ്പോൾ, നിനക്കെന്താടി എൻ്റെ സിറ്റുവേഷൻ തമാശയായിട്ടാണോ തോന്നുന്നത്? ഞാൻ എന്തോരം ഭയന്നു എന്നുള്ള കാര്യം നിനക്കറിയോ? നീ എന്തിനാണ് ഭയന്നത്? ആ ദാസ് ഒപ്പിച്ച പണിയെല്ലാം നീയും അറിഞ്ഞതല്ലേ? അവനാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കോർത്ത് വിട്ട് പോയിരിക്കുകയാണ്. അല്ല, അവൻ എന്തിനായിരിക്കും സച്ചിയുടെ പേര് പറഞ്ഞതെന്ന് മീര ചോദിക്കുമ്പോൾ, എങ്കിൽ മാത്രമല്ലേ എനിക്ക് പ്രശ്നം വരുള്ളൂ, അത് ഭയന്നിട്ട് ഞാൻ അവന് കാശ് കൊടുക്കും. അതാണിപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ആരാണ് ആ ലെറ്റർ കൊടുത്തതെന്നുള്ള കാര്യം സച്ചി കണ്ടുപിടിക്കുന്നാണ് പറഞ്ഞത്. അവനാണെന്നുണ്ടെങ്കിൽ കാറിൽ ചുറ്റിക്കറങ്ങുന്നവനല്ലേ, നാലിടത്ത് പോകുന്നവനും. അതുകൊണ്ട് ഉടനെ തന്നെ അവന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ എൻ്റെ ലൈഫിൽ കയറിയിട്ട് തലയിടുന്നത്. അവനും അതുപോലെ രേവതിക്കും എന്തെങ്കിലും ഒരു വലിയൊരു പ്രോബ്ലം അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അതോടുകൂടി വിട്ടോളും. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആൻ്റണി അന്ന് പറഞ്ഞല്ലോ, രേവതിയുടെ അനിയൻ ശരത്ത് അന്ന് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആ വീഡിയോ സച്ചിയുടെ ഫോണിനകത്തുണ്ട് എന്നുള്ള കാര്യം. അത് എങ്ങനെയെങ്കിലും എടുക്കണം. അതെങ്ങനെ എടുക്കുന്നതാണടി നീ പറയുന്നത്? എടുത്തേ പറ്റുള്ളൂ. അന്ന് എടുക്കാൻ വേണ്ടി പോയിട്ടല്ലേ നീ കട്ടിൻ്റെ അടി കിടന്നിട്ട് ഒരുപാട് അഭ്യാസങ്ങളൊക്കെ കാണിച്ചത്? അത് എടുത്തേ പറ്റുള്ളൂ. അത് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനല്ല, മീരയാണെന്ന് ശ്രുതി പറയുന്നുണ്ടേ. താനാണ് എടുക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ തന്നെ മീരയ്ക്ക് ഭയങ്കര ഒരു ഷോക്കാണേ. ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? നീ നാളെ സച്ചിയുടെ കാറ് ബുക്ക് ചെയ്യേ, എന്നിട്ട് അവൻ്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മൊബൈൽ ഓഫായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോൺ മേടിക്കുകയും എന്നതിന് ശേഷം ആ വീഡിയോ നീ എനിക്ക് അയച്ചു തരണം. എന്നിട്ട് ആ ഫോണ് തിരികെ അവൻ തന്നെ കൊടുത്തേക്ക്. നീ എന്താടി സച്ചിയുടെ മുമ്പിലേക്ക് എന്നെ ഇട്ട് കൊടുക്കുവാണോ? മീര, നീ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, അതുകൊണ്ടല്ലടി, ആ വീഡിയോ എങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്
സച്ചിയുടെ ഫോണിൽ നിന്നാണ് അത് പോയെന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ. ഞാനാണത് എടുത്തതെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്നുള്ള കാര്യം നിനക്ക് തന്നെ ആലോചിച്ചാ പോരെ? ഇല്ലടി, അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അവനില്ല. ഇത് ചെയ്യണോടി? നമ്മള് സിംഹത്തിന്റെ മടയില് നേരിട്ട് പോയിട്ട് തലയിടുന്നത് പോലെയല്ലേ സച്ചിയുടെ മുമ്പ് ചെന്ന് പെടുന്നത്? ഇത് ചെയ്തേ പറ്റുള്ളൂ. എന്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇത് കാരണം ബാധിക്കാൻ വേണ്ടി പോകുന്നത് രേവതിയല്ലേ? പാവം, അവൾ എന്താ ചെയ്തത്? ആര്? അവളാണോ പാവം? അവളെ കുറിച്ചിട്ട് നിനക്കറിയില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻറ്റി രണ്ടെണ്ണത്തിനെയും വീട് വിട്ടിട്ട് പുറത്താക്കിക്കോളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെ ശല്യം എനിക്കും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയുകയാണേ. മനസ്സില്ലാന്നുണ്ടെങ്കിലും മീര അതിന് സമ്മതം മൂളുവാണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ നിന്നാണല്ലോ സുധീരുടെ അടുത്ത് ആ സ്വാമി പറഞ്ഞത് സച്ചിയാണ് ആ ലെറ്റർ സുധിക്ക് കൊടുത്തത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള അന്വേഷണം സച്ചി ആരംഭിക്കുന്നത് ആ അമ്പലത്തിൽ വെച്ച് തന്നെയാണ്. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ സച്ചിക്ക് പരിചയമുള്ള ഒരാളെ അവിടെ വെച്ചിട്ട് കാണുവാണേ. അദ്ദേഹം സച്ചി അവിടെ കണ്ടതുകൊണ്ട് തന്നെ പതിവായിട്ട് സച്ചി അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന ഒരാളല്ലല്ലോ. ഇപ്പോൾ ആളാകെ മാറിപ്പോയല്ലോ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. കല്യാണത്തിന് ശേഷം ഞാൻ പഴയതുപോലൊന്നും അല്ല എന്നാണ് സച്ചി മറുപടി പറയുന്നത്. അതുമാത്രമല്ല, എന്തായാലും ഇവിടെ ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എനിക്കും നല്ലത് നടക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എല്ലാ ദിവസവും ഞാൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒരു 4 മണി സമയത്ത് ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരു സ്വാമിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ സ്വാമിയൊന്നുമല്ല, കള്ളസ്വാമിയാണ്. ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പണം അടിച്ചു മാറ്റാനാണ് അയാൾ ശ്രമിച്ചത്. എന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിലുള്ള ആൾക്കാർ തന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവും അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നും അയാൾ കള്ളനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ആൾക്കാർ തന്നെ അവനെ അടിച്ച് ഓടിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അയാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അയാളെ അടിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ്. വീഡിയോ കണ്ട ഉടനെ തന്നെ അത് ദാസ് ആണെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓ, ഇവനായിരുന്നോ? സച്ചിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ആ കൂടെയുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇയാളെ കുറിച്ചിട്ട് ആദ്യം അറിയായിരുന്നോ എന്ന്? അതെ, എനിക്കറിയാം. ഇയാള് ഒരു ഫ്രോഡാണ്. ഞാനൊരു തവണ ഇയാളെ പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചി അറിയിക്കുകയാണ്. അങ്ങനെ ആളാരാന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഉടനെ തന്നെ ഒരു കാർ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കോള് വരുന്നുണ്ട്. വിളിച്ചത് മീരയാണ്. മീര സച്ചിയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചത്. പക്ഷെ മീരയാണെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലല്ലോ. അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചി പോകുന്നുണ്ട്. ചെന്ന് അവിടെ നോക്കുന്ന സമയത്താണ് മീരയാണ് വണ്ടിക്ക് കൈ നീട്ടുന്നത്. നീ എന്തിനാണ് എൻ്റെ വണ്ടിക്ക് കൈ നീട്ടുന്നതെന്ന് മീരയെ കണ്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ കാറ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ കാറാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നീ ബുക്ക് ചെയ്താണോ? അല്ല, ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഈ നമ്പറാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്തത്. എനിക്കെങ്ങനെ അറിയുന്നത് സച്ചിയുടെ വണ്ടിയാണ് ഇത് എന്നുള്ള കാര്യം? ശരി, എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ട്രിപ്പ് കിട്ടിയാൽ മതി. നീ കയറി എന്ന് പറഞ്ഞിട്ട് മീരയും കൂട്ടിയിട്ട് അവിടുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. മീരയ്ക്കാണെന്നുണ്ടെങ്കിൽ കാറ് കയറി ഉടനെ തന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഫോൺ മേടിക്കാൻ വേണ്ടി പറ്റുകയെന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. സച്ചിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമല്ലേ അവനൊന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കൂ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയായി സച്ചി വണ്ടി ഓടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടെന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിച്ചത്, എത്ര നാളായി എന്നാണ്. 18 വയസ്സിൽ ഞാൻ ലൈസൻസ് എടുത്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ടാക്സി ഡ്രൈവറായിട്ട് ഓടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അല്ല, നീ എന്തിനാണ് എപ്പം നോക്കിക്കഴിഞ്ഞാലും പാർലർ എടുത്തിട്ട് കൂടെ ചുറ്റിക്കറങ്ങുന്നത്? നിനക്ക് ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഞാൻ IT കമ്പനിയിലാണ്. അല്ല, എപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിന്നെ പൗഡർ എടുത്തിട്ട് കൂടെ കാണാലോ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പൗഡർ എടുത്ത് നിനക്ക് ഒരുപാട് നാളായിട്ടുള്ള ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീയും മലേഷ്യയിലായിരുന്നോ? ഇല്ല ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പൗഡർ എടുത്തി ചെറുപ്പം മുതലേ മലേഷ്യയിലാണ് ജനിച്ചു വളർന്നെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? ഇവനെ പെടുത്താന്ന് വിചാരിച്ചിട്ട് അവസാനം ഇവൻ എന്നിൽ നിന്ന് ചോദിച്ചെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നെ പെടുത്തുന്ന ലക്ഷണമാണല്ലോ എന്ന് സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോൾ മീര മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അല്ല, നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? അതല്ല, ചെറുപ്പം മുതലേ അവൾ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ അച്ഛനും അതുപോലെ തന്നെ
ശ്രുതിയുടെ അച്ഛനും ഒരുമിച്ച് മലേഷ്യയിലായിരുന്നു. അവള് വെക്കേഷന്റെ വീട്ടിൽ വരുന്ന സമയത്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ആയിക്കോട്ടെ, പക്ഷേ നീയൊക്കെ എങ്ങനെയാണോ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? വീട്ടിൽ തന്നെ അവളെ കൊണ്ട് രക്ഷയില്ലാത്തതാണ്. ഇത് കേട്ട മീരയാണെന്നുണ്ടെങ്കിൽ ഹലോ, എന്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് മീര ചോദിക്കുന്നുണ്ട്. അയ്യോ, ഒരുപക്ഷെ ഫോണ് തരാണ്ടിരിക്കോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അവള് നല്ല പെൺകുട്ടിയല്ലേ? അതെ, അവള് വളരെ നല്ലവളാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാലോ. അത് കഴിഞ്ഞ ഉടനെ മീരയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് കേട്ടോ. ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോവാണ് കേട്ടോ. ആവുന്നത് പോലെ അഭിനയിക്കുന്നതാണ്. അയ്യോ, എന്റെ ഫോൺ ഓഫ് ആയി പോയി, എനിക്ക് ഒരു കോൾ ചെയ്യണമായിരുന്നു. നീ കോൾ ചെയ്തോ? അതിന് നീ എന്തിനാ എന്റെ പെർമിഷൻ ചോദിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ടോ തിരിച്ച്. അല്ല, എന്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ പ്ലഗ് ഇരിക്കുന്നു, കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ചാർജറിന്റെ വയറെടുത്ത് എടുത്ത് കൊടുക്കുവാണേ. അയ്യോ, ഈ പിന്നെ എനിക്ക് സ്യൂട്ട് ആവില്ലല്ലോ. ഒന്ന് സച്ചിയുടെ ഫോൺ തരുമോ, ഞാനൊരു കോൾ ചെയ്തോട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിനക്ക് ഫോൺ ചാർജ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും അറിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറന്നാലും കുഴപ്പമില്ല, ഫോൺ ചാർജ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം അതിനകത്തല്ലേ ഉള്ളത്. അങ്ങനെ സച്ചി ഫോൺ കൊടുക്കുന്നുണ്ട്. ഫോൺ കൊടുത്തിട്ട് കുറച്ചു നേരമായിട്ടും ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതാക്കിയിരിക്കുന്നത്. പക്ഷെ കോളിൽ സംസാരിക്കുന്നൊന്നും കാണാത്തത് തന്നെ സച്ചി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നമ്പർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ആരും സ്വന്തം നമ്പർ പോലും ഓർത്ത് വെക്കില്ല. അതെ, ലാസ്റ്റത്തെ നമ്പർ 48 ആയിരുന്നോ 58 ആയിരുന്നോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോഴും നോക്കുന്നത് വീഡിയോ ആണ്. വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോ കിട്ടി സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. റിംഗ് ടോൺ കേൾക്കുമ്പോൾ തന്നെ അത് രേവതിയാണ്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ റിംഗ് ടോൺ ആണ് വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ ചാൻസ് അങ്ങ് മിസ്സായി പോവാണ് കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ എപ്പോഴാ വീട്ടിലേക്ക് വരിക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. രേവതിക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും മേടിക്കണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. പൂജയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല, എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി പൊടിക്കാനുണ്ട്, അത് ഞാൻ പോയിട്ട് പൊടിച്ചോളാം എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട, അവിടെ മില്ലിനകത്ത് മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ പൊടി ഉണ്ടാവും, അത് നിന്റെ മൂക്കിലായി കഴിഞ്ഞാൽ നിനക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് ചെയ്തോളാം, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. പിന്നെ ഇന്ന് എൻ്റെ കാറിൽ ട്രിപ്പ് കയറിയിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം രേവതി നിനക്ക് അറിയുമെന്ന് ചോദിക്കുകയാണേ. അതെങ്ങനെ സച്ചേട്ടാ എനിക്കറിയുന്നത്? നിന്റെയും അതുപോലെ തന്നെ പൗഡർ എടുത്തിട്ട് ഫ്രണ്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ മേരിയാണെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, അവളായിരുന്നോ? ഞാൻ ട്രിപ്പ് ബുക്ക് ചെയ്ത് വന്ന് നോക്കുന്ന സമയത്ത് അവളായിരുന്നു. എന്തായാലും അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി, അവളെ ഇറക്കി വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി കാറ് സൈഡാക്കുവാണേ. ഇവിടെ എന്താ നിർത്തിയെന്ന് മീര ചോദിക്കുമ്പോൾ നീ പറഞ്ഞ സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് മീര അവിടെ ഇറക്കി വിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ മീരയുടെ ആ പദ്ധതിയും ഫെയിലാവാണ് ചെയ്യുന്നത്. സച്ചി അങ്ങ് പോയ ഉടനെ തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്ലാൻ ഫെയിലായി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതുപോലും നിനക്ക് മീരെ വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ലേ? ആദ്യം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നീ ഒന്ന് കേൾക്ക് ശ്രുതി. ഞാൻ ഫോണും ഓഫായി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചതാണ്, ആ വീഡിയോയും ഞാൻ കണ്ടു. പിന്നെ നിനക്ക് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തുകൂടായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഉടനെ തന്നെ രേവതി വിളിച്ചു. രേവതിയുടെ കോളാണെന്നുള്ള കണ്ടപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് മേടിച്ചു. പിന്നെ എനിക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? അതുമാത്രമല്ല കേട്ടോടി, സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ഫോണിനകത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ തോന്നുവാണ്, എന്നിട്ട് അവനുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ. ഇത്രയും നാള് സ്തുതിയും നീയും കൂടെ നടന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയിട്ടില്ല. സച്ചി ശരിക്കും ഒരു മുരടനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭാര്യയുടെ അടുത്ത് എന്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ നീ അവർക്ക് രണ്ടുപേർക്കും എന്താ അവാർഡ് മേടിച്ചു കൊടുക്കാനുള്ള പ്ലാനാണെന്നാണ് കേട്ടോ മീരയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കുന്നത്. ശരി, നീ ടെൻഷനാവൊന്നും വേണ്ട, ഇത്തവണ മിസ്സായി എന്ന് കരുതിയിട്ട് നമുക്ക് അടുത്ത തവണ എടുക്കാലോ. നിന്നെയൊക്കെ അയച്ച് എന്നെ പറഞ്ഞാൽ മതി, ഫോൺ വെക്കുകയെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് ഫോൺ വെക്കലെ ശ്രുതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയാണേ. എന്താ, നിനക്ക് വേണ്ടിയിട്ട് ഒരു ചെക്കനെ നോക്കാൻ വേണ്ടിയിട്ടാണോ? അതൊന്നും നീ ചെയ്യണ്ട, അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇത് വേറൊരു കാര്യമാണ്. ഇപ്പൊ ശ്രുതി, നിനക്ക് പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സച്ചി ആ ദാസിനെ കണ്ടുപിടിച്ചു. നീ എന്താടി പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതെ, സച്ചി രേവതിയുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. സച്ചിക്ക് ലെറ്റർ അയച്ചു കൊടുത്ത അവനെ ഞാൻ അമ്പലത്തിൽ പോയി കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നീ എന്തായാലും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുന്നത് നന്നായിരിക്കുന്നു പറഞ്ഞിട്ടാണ് മീര ഫോൺ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിയപ്പം ചിക്കൻ കറിയുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ പൊക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയെ ഒന്ന് കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാ അമ്മേ, എല്ലാം പാകത്തിനാണല്ലോ, നല്ല രുചിയുണ്ടല്ലോ എന്നൊക്കെ സുധി
ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിയുടെ നോട്ടം കാണുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പറയാണ്, കുഴപ്പമില്ല, അത്രേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി കയറി വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ സച്ചി വേഗം വാടാ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അച്ഛ, ഇന്ന് ഇടിയപ്പം ചിക്കൻ കറിയും അല്ലേ എന്നുള്ള കാര്യം സച്ചി അങ്ങോട്ട് ചോദിക്കുമ്പോൾ, അതെങ്ങനെയാണ് നിനക്കറിയുന്നത്? ഭാര്യ എന്താ ഉണ്ടാക്കാന്നുള്ള കാര്യം അച്ഛ ഭർത്താവിന് അറിയാതിരിക്കോ? പിന്നെ നീ ചുമ്മാ വെറുതെ കിടന്ന് തള്ളല്ലേ കേട്ടോ. അച്ഛ, ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ. ഓ, അങ്ങനെ പറയ്. എന്തായാലും നീ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നതിന് മുമ്പായിട്ട് സുധീരുടെ അടുത്ത്, നിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നടാ. നിനക്ക് ലെറ്റർ അയച്ചത് ആരാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ആരാടാന്ന് വലിയ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ, ഇവനെ ഞാൻ 2 മാസങ്ങൾക്ക് മുമ്പ് വെച്ചിട്ട് റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മയെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടിട്ട് അവനെ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതാണ്. ഇത് കേട്ടിട്ടുടനെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ആന്റണി അല്ലല്ലേ അവനെ പോലീസിൽ പിടിച്ചു കൊടുത്തത്? ചുമ്മാ റാസ്കൽ അവൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടേ. അപ്പോൾ നീയും അവനുമായിട്ട് സെറ്റാവില്ല, നിനക്ക് വേണ്ടാത്തവനാണല്ലേ അവൻ. അതെ, അതുകൊണ്ടാണ് നിനക്ക് ലെറ്റർ ഞാനാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ അവൻ ഇതിലേക്ക് വലിച്ചഴിച്ചത്. എന്താണെന്നുണ്ടെങ്കിലും അവൻ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് ലെറ്റർ അയച്ചത്. അല്ലെങ്കിലും ഈ വീട്ടിലൊരു പ്രശ്നം കയറി വരിക നീ കാരണം മാത്രമാണല്ലോ. ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ, അമ്മ, ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലീസിനെ പിടിച്ചേൽപ്പിച്ചു കൊടുത്തത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ അമ്മേ. നിനക്ക് സച്ചി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലേ ചന്ദ്ര എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. രവിയേട്ടാ, സച്ചി ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണല്ലോ അവനുമായിട്ട് പ്രശ്നമുള്ള ഒരാള് ഇവനെ തോണ്ടി വിട്ടിരിക്കുന്നത്. എനിക്കും അപ്പോഴേ തോന്നി ആരാണ് അല്ലെങ്കിലും എനിക്ക് ലെറ്റർ അയക്കുന്നതെന്ന്. എനിക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണല്ലോ എന്ന് ശ്രുതിയും. എന്നാൽ ഇത് കേട്ട് സച്ചി വെറുതെ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നത് നീ ഒറ്റൊരുത്തൻ കാരണമാണ്. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ഇപ്പൊ സച്ചേട്ടനായിട്ട് ഒരാൾ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സച്ചേട്ടന്റെ ഏട്ടനെ അവർ ലെറ്റർ കൊടുക്കുന്നത്? ഇത് തന്നെയാണ് രേവതി ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്കും ഒരു ഐഡിയ കിട്ടാത്തത്. ഞാൻ അവനെ ഒറ്റിക്കൊടുത്തു, അതിനെന്തിനാണ് ഇവനെ അവൻ ലെറ്റർ അയച്ചത്? എടാ, നീ എപ്പോഴെങ്കിലും അവനെ എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവനെ ഞാൻ കണ്ടപ്പോഴേ മനസ്സിൽ വിചാരിച്ചതാണ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ശ്രുതി, നമ്മൾ അവൻ എവിടെ വെച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഇല്ലല്ലോ, ഞാൻ എവിടെ വെച്ചിട്ട് അവരെ കണ്ടിട്ടില്ല. ശ്രുതിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. എന്തായാലും അവൻ അന്ന് എൻ്റെ അടുത്ത് മേടിച്ച അടി കൊണ്ടാണോ ഇതൊക്കെ ചെയ്തത്? ഇനി ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. എന്തായാലും ഉടനെ അവൻ എൻ്റെ കണ്ണിൽ പെടും. ഞാന് പിള്ളേരുടെ അടുത്തൊക്കെ അവന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ അവന്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചോളാം, ഞാനുമായിട്ടുള്ള പ്രശ്നത്തിന് നീ എന്തിനാണ് ഓടിപ്പോയവന് ലെറ്റർ അയച്ചതെന്നുള്ള കാര്യം. അല്ലടാ, അങ്ങനെ ഒരു ലെറ്റർ വന്നപ്പോഴേക്കും നീ എന്തിനാ ഭയന്നത്? എടാ, എനിക്കൊരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു, ഞാൻ മരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയം വരില്ലേ? അതെന്തിനാണ് നിന്റെ അടുത്ത് പറയുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇനിയിപ്പോ പൗഡർ എടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണേ. സച്ചി, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കില്ലേ? നീ എന്തിനാ വെറുതെ എന്റെ തലയിലേക്ക് ഇടുന്നത്? പിന്നെ എന്തിനാണ് അവൻ ഒരു ബന്ധമില്ലാതെ നിങ്ങളെ വരട്ടുന്നത്? ആക്ച്വലി നിങ്ങളും അവനും തമ്മിലാണ് പ്രശ്നം. ഞങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. ശ്രുതി, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവൻ കാരണമാണ് വെറുതെ എന്റെ ഉറക്കം പോകുന്നത്. ഇനി വീണ്ടും ഉണ്ടല്ലോ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാല് ഞാൻ ചുമ്മാ ഇരിക്കില്ല. ഇനി എന്തായാലും അവൻ നിനക്ക് ലെറ്റർ ഒന്നും തരില്ലടാ. കാരണം ആളാരാന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഞാനാണെങ്കിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ എവിടെങ്കിലും വെച്ചിട്ട് പിടിക്കപ്പെടും. അന്ന് അവനെ തൂക്കിയെടുത്തോണ്ട് പോയിട്ട് 4 എണ്ണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ തത്ത പറയുന്നത് പോലെ പറയും. ഇതെല്ലാം കേട്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല കേട്ടോ. കഴിക്കാതെ എണീറ്റ് പോവാണ്. അല്ല ശ്രുതി, നീ എന്താ കഴിക്കാതെ എണീറ്റ് പോകുന്നത്? എനിക്ക് മതി ആന്റി, എനിക്ക് ഉടനെ തന്നെ പാർലറിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയിട്ട് പോകാൻ വേണ്ടി പോകുമ്പോഴാണ് സച്ചി, എന്തായാലും അവൻ ഉടനെ തന്നെ പിടിക്കപ്പെടും, ഉടനെ തന്നെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് നല്ലത്. അങ്ങനെയാണെങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ചന്ദ്ര പറയുകയാണേ. കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവാണ്. ആന്റി, എന്തിനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടയിലേക്ക് വരികയും അതുപോലെ തന്നെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഓൾറെഡി കടയിൽ നല്ല തിരക്കുണ്ട്, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള്. അപ്പോൾ ചുമ്മാ വിടാൻ വേണ്ടിയിട്ടാണോ ശ്രുതി നീ ഈ പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇനിയൊരു തവണ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഷോറൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഇതിനകത്തേക്ക് കുരുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ പുറകിൽ മറ്റെന്തോ ഉണ്ട്. അതും ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നു. ഇത് ശ്രുതി അങ്ങ് പോകുന്ന സമയത്താണ് കേട്ടോ പറയുന്നത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണേ.